വായിച്ചത്, മറ്റു പത്രങ്ങളിലൊന്നും ഇത് ധൈര്യമായിട്ട് വന്നിട്ടില്ല. എന്താ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അശോക് വാങ്കാടെ അറിയോ? ഡൽഹി പത്രപ്രവർത്തകർക്ക് ആ പേര് നല്ല പരിചയമുള്ള പേരാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ തന്നെ വക്താക്കളുടെ പട്ടികയിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. KC വേണുഗോപാലിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഹരിയാന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതിന്റെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട്. ഹരിയാന കോൺഗ്രസിനെ കാസിം കൗച്ചിനുള്ള താവളമാക്കി എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് ആക്ഷേപിച്ചത്. രാഹുൽ ഗാന്ധിയും ഇന്ന് അവിടെ ഉണ്ടായ പരാജയം സംബന്ധിച്ച് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്, നേതാക്കൾ അവരവരുടെ കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചത്, പൊതുവെ പാർട്ടിയുടെയും സംസ്ഥാനത്തിന്റെയും താല്പര്യം പരീക്ഷിക്കപ്പെട്ടില്ല എന്ന്. എല്ലാം കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊന്നും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്കൊരു വാർത്തയല്ല, ചർച്ചയുമല്ല. ചർച്ച കൊണ്ട് നടത്താൻ ഇന്ന് വൈകുന്നേരം ആ ചർച്ച നടത്തുന്നുമില്ല. ഉണ്ടോ? ഏതെങ്കിലും മാധ്യമം ഈ ചർച്ച നടത്തുന്നുണ്ടോ? KC വേണുഗോപാലിനെ പറ്റി കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ തന്നെ മുന്നോട്ടേക്ക് വെച്ച കാര്യം എന്തേ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? വേറെ ആരെങ്കിലും എന്തായിരുന്നു ചർച്ച? അല്ല, BJP ഷെയർ ചെയ്യല്ലോ പൂർണ്ണമായിട്ടും. കാരണം അത് BJPക്ക് അനുകൂലമാണല്ലോ രാഷ്ട്രീയമായിട്ടത്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാലിനെ പറ്റിയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ വ്യക്തമായിട്ട് അശോക് വാങ്കാടെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് കോൺഗ്രസിനെ കാസ്റ്റിംഗ് കൗച്ചിനുള്ള താവളമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് തമസ്കരിക്കേണ്ടത് എന്നതിനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള മാധ്യമ ശൃംഖലയാണ് ഒരു വലിയ വിഭാഗം കേരളത്തിലുള്ളത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ല, ഞങ്ങളെന്താ ഇങ്ങനെ